ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കുടത്തിലെ MLA പാലക്കാട് തന്നെയുണ്ടെന്ന സൂചന. ജില്ല വിടുന്നത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് തന്നെ തുടരുന്നത്. അതേസമയം കേസിൽ യുവതിയുടെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, രാഹുൽ എവിടെ എന്നൊരു ചോദ്യത്തിന് ഇപ്പോൾ പാലക്കാട് തന്നെയുണ്ട് എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യത്തെ ഈ ഒരു ജില്ല വിടുന്നത് ബാധിക്കും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പാലക്കാട് തന്നെ തുടരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. നമുക്കറിയാം, മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ഏതായാലും ഈ രാഹുൽ മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യമാണ് ഈ പരാതി കൊടുത്ത ഘട്ടം മുതൽ തന്നെ ഉയരുന്നത്. അന്ന് ഈ യുവതി പരാതി കൊടുത്തതിന് പിന്നാലെ തന്നെ ഓഫീസ് പൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ സഹായികളും ഒക്കെ പോയതാണ്. പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹായികൾ തിരിച്ചെത്തി, ഓഫീസ് തുറന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സഹായികളുടെയും ഫോൺ ഓണായി. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ വരുന്ന ഒരു വാർത്തകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ഉണ്ട്, ഒരു രഹസ്യ കേന്ദ്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. നേരത്തെ തമിഴ്നാട്ടിലെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറിയിട്ടുണ്ട്, കോയമ്പത്തൂരിലേക്ക് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടുണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. ഏതായാലും അങ്ങനെയല്ല, പാലക്കാട് തന്നെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്. ഈ രാഹുലിൻ്റെ വാഹനമടക്കം, ഈ ഔദ്യോഗിക വാഹനമടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ സഹായികളൊക്കെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ എവിടെയാണ് പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും ജില്ല വിടും. നമുക്കറിയാം, മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ട്. അത് തിങ്കളാഴ്ചയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ജില്ലയിൽ നിന്നടക്കം മാറി നിൽക്കുന്നത് ഒരുപക്ഷെ അതിനെ ബാധിച്ചേക്കാമെന്നുള്ള ഒരു നിയമോപദേശമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലയിരുത്തലോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിലുണ്ടെങ്കിലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാം എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു തീരുമാനം അന്വേഷണ സംഘത്തിനുള്ളിൽ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉടനടി ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കും. ഇന്നലെ നമുക്കറിയാം, രഹസ്യമൊഴി യുവതിയുടെ രേഖപ്പെടുത്തിയിരുന്നു കോടതിയിൽ. അതുപോലെ തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി അറസ്റ്റ് എന്ന നടപടിയിലേക്ക് ഒരുപക്ഷെ കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ടെന്നുള്ള കാര്യമടക്കം പോലീസ് കൃത്യമായി തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിനുള്ള നിരീക്ഷണമൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഇന്നലെ നമുക്ക് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനായി. ഏതായാലും അറസ്റ്റ് ഒരുപക്ഷെ ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയും കളയാനാവില്ല. ഏതായാലും നിലവിൽ പാലക്കാട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ്. അതിനിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്, ഈ അന്വേഷണ സംഘം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഈ കേസിൽ കൂടുതൽ ആളുകളുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യുവതിയെ ചികിത്സിച്ച ഡോക്ടറാണ്. അതായത് ഈ ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകി, അത് താൻ കഴിച്ചു. അത് കഴിച്ചപ്പോൾ തനിക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ തേടിയതെന്ന് യുവതി പറഞ്ഞിരുന്നു. ആ ഡോക്ടറുടെ മൊഴി ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതിൽ ഏറ്റവും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ എടുത്തിരിക്കുന്ന കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് നിർബന്ധിതമായി ഗർഭഛിദ്രം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ഡോക്ടറുടെ മൊഴി ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഉടൻ തന്നെ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ അറിയാവുന്ന ഈ യുവതിയുടെ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളുടെ കൂടി മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് യുവതിയുടെ മൊഴിയിലുള്ളത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ജാമ്യാപേക്ഷയിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇത്തരത്തിൽ ലൈംഗിക ബന്ധമടക്കം നടന്നിട്ടുണ്ട്. ഈ യുവതിക്ക് വിവാഹം നടന്നതാണ് എന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ യുവതിയുടെ മൊഴിയുമായി ഏതാണ്ട് സാമ്യമുള്ള കാര്യം തന്നെയാണ് അയാൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. പാലക്കാട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. സാധാരണഗതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഒരു പ്രതി അല്ലെങ്കിൽ ആ കേസിൽ പ്രതിയാക്കപ്പെടുന്ന ആൾ നൽകിയാൽ അതിൽ ഒരു തീരുമാനം വന്ന ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാറാണ് ഒരു സാധാരണ കീഴ്വഴക്കം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ കേസിൽ അത് ഉണ്ടാകേണ്ടതില്ല അല്ലെങ്കിൽ വേണ്ട എന്നൊരു നിർദ്ദേശം ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ശരി.
ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കുടത്തിൽ MLA പാലക്കാട് തന്നെ ഉണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ജില്ല വിടുന്നത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് തന്നെ തുടരുന്നത്. അതേസമയം കേസിൽ യുവതിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.